ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു റിയൽ ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് വേറെ ആരുടെ സ്റ്റോറിയല്ല, എൻ്റെ സ്വന്തം ഫ്രണ്ടിൻ്റെ സ്റ്റോറിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അവളുടെ പേര് സാൻഡ്ര. അവൾ 10 പഠിക്കുന്ന സമയത്താണ് അവൾ ഭയങ്കരമായിട്ടൊരു ചാലഞ്ച് ഫേസ് ചെയ്തത്. അതായത് അവൾ KVയിലാണ് പഠിച്ചത്. അവിടെ എന്ന് പറയുമ്പോൾ ഈ എക്സാംസ് ഒക്കെ മന്ത്ലി ടെസ്റ്റ്, പ്രീ ബോർഡ്, അങ്ങനെ എക്സാം ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ സാൻഡ്ര ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എസ്പെഷ്യലി മാത്സിൽ നല്ല വീക്കായിരുന്നു. അവൾ അതോർത്ത് നല്ല വറീഡായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ അമ്മ ഒരു മാത്സ് ട്യൂഷനിൽ ചേർത്തത്. പക്ഷേ ആ ട്യൂഷൻ അവൾക്കൊരു നൈറ്റ് മെയർ ആയിരുന്നു. അവിടുത്തെ ടീച്ചർ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു സ്ട്രെസ്സ് കയറ്റുന്നൊരു ടീച്ചറാണ്. അതായത് ഇങ്ങനെ പറയാം, സാൻഡ്ര നീ എങ്ങനെ ബോർഡ് എക്സാം പാസ്സാകും. ഒന്നാമത് അവൾ വീക്കാണ്. അപ്പം ഇവൾക്ക് ഭയങ്കര പാടാണ്, ലൈക്ക് പഠിച്ചൊക്കെ എടുക്കാൻ നല്ല ടൈം എടുക്കും. അപ്പം ഈ ടീച്ചറാണെങ്കിൽ ഇങ്ങനെ ഒരു തവണ 2-3 തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറയും. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ ചെയ്യും, തെറ്റായാലും ശരിയായാലും ഭയങ്കരമായിട്ട് അവളിങ്ങനെ വഴക്ക് പറയുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഇതൊരു ഡിസ്കറേജിങ് ടീച്ചറായിരുന്നു. പിന്നെ അവളുടെ അടുത്ത് ഇങ്ങനെ പറയാമായിരുന്നു, നീ ഇങ്ങനെ പോയാൽ നീ ഫെയിൽ ആവും 10th, നീ ഒരിക്കലും പാസ്സാവാൻ പോകുന്നില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് അവളെ സ്ട്രെസ്സ് കയറ്റുമായിരുന്നു സാൻഡ്രയുടെ അടുത്ത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഭയങ്കരമായിട്ടൊരു ഹൊറിബിൾ ഇൻസിഡൻറ്റ് അവളുടെ ലൈഫിൽ നടന്നത്. അതായത് പുള്ളിക്കാരി സ്കൂൾ വിട്ട് ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ അപ്പം അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്ന് എനിക്ക് ട്യൂഷന് പോകാൻ വയ്യെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, വേണ്ട, ഇന്ന് നീ 2 ദിവസം ലീവ് എടുത്തല്ലോ, നീ പോയേ പറ്റുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്കാണെങ്കിൽ ട്യൂഷന് പോകണം ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഫൈനലി സാൻഡ്ര അവൾ പെട്ടെന്ന് തന്നെ എല്ലാ ബുക്കൊക്കെ പാക്ക് ചെയ്ത് പോയപ്പോഴാണെങ്കിൽ നമ്മുടെ ഇച്ചിരി ലേറ്റായി പുള്ളിക്കാരി. അങ്ങനെ നമ്മുടെ ടീച്ചർ അവിടെ നിൽക്കുകയാണ്, ദേഷ്യത്തിൽ ഇങ്ങനെ കണ്ണാടി കൂടെ ഇങ്ങനെ നോക്കി. എന്താ സാൻഡ്ര ലേറ്റ് ആയത്? അത് ടീച്ചറെ ഇതായിരുന്നു, ടയേർഡായിരുന്നു, അതാണ് എന്നൊക്കെ പറഞ്ഞു. ശരി. സാൻഡ്ര പെട്ടെന്ന് തന്നെ ബുക്ക് തുറന്നതായി എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി എന്താണ് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. ചെയ്തിട്ടും കിട്ടുന്നില്ല. അങ്ങനെ ഇവർ പറഞ്ഞ്, പെട്ടെന്ന് ഞാനിപ്പോൾ അടുക്കളയിൽ എനിക്ക് കുറച്ച് പണിയുണ്ട്. അതൊരു ഹോം ട്യൂഷൻ ആയിരുന്നു കേട്ടോ. അപ്പം പറഞ്ഞ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, അതിനകം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറഞ്ഞു. സാൻഡ്ര ചെയ്തിട്ടും കിട്ടുന്നില്ല. അങ്ങനെ ഇവർ വന്ന് അപ്പോൾ പറഞ്ഞു, എന്താ സാൻഡ്ര ഇത്രയും സമയം എടുക്കുന്നത്? അങ്ങനെ 20 മിനിറ്റ് ആയി. 20 മിനിറ്റ് കഴിഞ്ഞ് ഇവർ വന്നു. എന്താ സാൻഡ്ര ചെയ്തോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പം അയ്യോ, ഇത്രയും ടൈം എടുക്കുന്ന എന്തിനാണെന്ന് നോക്കിയപ്പോൾ ഇതുവരെ ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവളെ വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോഴേ അവളുടെ കോൺഫിഡൻസ് എല്ലാം പോയി. എന്നിട്ട് അവളെ കുറേ വഴക്ക് പറഞ്ഞു. എന്താണ് ഇത്, ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും സമയം കൊടുത്തു. എന്നാൽ ശരി, പെട്ടെന്ന് നീ ഒന്നും കൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തത് കണക്ക് ആൻസർ ഭയങ്കര എല്ലാം തെറ്റായതുകൊണ്ട് എല്ലാം വെട്ടി ഇങ്ങനെ അവർ വരച്ചിട്ട് ഒന്നും കൂടെ ചെയ്യാൻ പറഞ്ഞു. പിന്നെയും ചെയ്തു. പിന്നെയും സമയം 3:30ക്കാണ് പുള്ളിക്കാരി വന്നത്. പിന്നെ 4:30 ഉത്തരം കിട്ടിയില്ല. എന്നിട്ടും പുള്ളിക്കാരി ചെയ്തു. അപ്പോഴത്തേക്കും ഇവർക്ക് ദേഷ്യം വന്നു. അങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച്. എന്നിട്ട് പുള്ളിക്കാരി, നീ എന്ത് കുടിച്ചിട്ടാണോ ഇരിക്കുന്നത്, നിനക്ക് എന്ത് ഇതാണോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഒരുപാട് ഭയങ്കര അബ്യൂസീവായിട്ട് പറഞ്ഞു. അതായത് നീ ഇങ്ങനെ പോയാൽ നീ തോക്കും, ഇനി നീ ബോർഡ് എക്സാമിന് നീ ഒരിക്കലും രക്ഷയില്ല, നീ ഫെയിലാവും, ഉറപ്പാണ്, നിന്നെ നീ ഒന്നും കൂടെ 10ാം ക്ലാസ് ഇരിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് ഇത് സഹിക്കാൻ പറ്റാതെ, ഒന്നാമത് ഇതെല്ലാം ആദ്യമേ ഇവർ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞ് ഇവൾക്ക് എല്ലാം പോയി, കോൺഫിഡൻസ് എല്ലാം പോയി. അപ്പോൾ ഇവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ വന്നപ്പം ഇവൾക്ക് കണ്ണീരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ അവളത് കൺട്രോൾ ചെയ്തിരുന്നു. അങ്ങനെ അങ്ങനെ ഫൈനലി ചെയ്ത് എങ്ങനെയോ ഉത്തരം കിട്ടി. 6:30 ആയപ്പം പുള്ളിക്കാരിക്ക് ഉത്തരം കിട്ടി. അതായത് 3:30 പുള്ളിക്കാരി പോയത്. ടീച്ചർ പറഞ്ഞ്, നീ ഇത് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 6:30 കറക്റ്റ് ഉത്തരം കിട്ടി. അപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്തായിരുന്നു. അങ്ങനെ ഫൈനലി അപ്പം നിനക്ക് അറിയാമല്ലേ, അങ്ങനെ തന്നെ ഉത്തരം കാണിച്ചു. അപ്പം നിനക്ക് ഇത്രയും ടൈം എടുത്ത് ഇങ്ങനെ പോയാൽ എനിക്കൊന്ന് അറിഞ്ഞൂടാ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അതിന് ശേഷം സാൻഡ്ര ഇനി പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ മഴ ഭയങ്കരമായിട്ട് പെയ്തു. അങ്ങനെ പുള്ളിക്കാരി കരഞ്ഞോണ്ടാണ് ഓടിയത്. ഭയങ്കരമായിട്ട് കരഞ്ഞു. പൊട്ടി മഴയത്ത് ഇടിയും മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ. അയ്യോ, അങ്ങനെ പുള്ളിക്കാരി വീഴുകയും ചെയ്തു. കാലിൽ തന്നെ വീണു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് എഴുതിച്ച് വീട്ടിലോട്ട് ഭയങ്കര കരഞ്ഞു വിളിച്ചാണ് പോയത്. അങ്ങനെ കരഞ്ഞു വിളിച്ച് വീട്ടിൽ ചെന്നപ്പം ഇങ്ങനെ ഇത് കരഞ്ഞത് അമ്മ കണ്ടു. അമ്മ പറഞ്ഞു, എന്ത് പറ്റി? അപ്പം ഇതാണ് കാര്യം, ട്യൂഷൻ ടീച്ചർ ഭയങ്കര വഴക്ക് പറഞ്ഞു, അങ്ങനെ ഇതെല്ലാം സംഭവങ്ങളാണ് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, സാരമില്ല, പോട്ടെ, ഇനി നന്നായിട്ടിരുന്ന് പഠിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ്
അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ പറയണ്ട, ഒരു ആഴ്ച കഴിഞ്ഞപ്പം എന്താ അവർ സ്കൂളിൽ ഇൻസ്പെക്ഷൻ വയ്ക്കുന്നത്. അപ്പം ഇൻസ്പെക്ഷൻ എനിക്കും ഭയങ്കര സ്ട്രിക്റ്റാണ്. ഒന്നാമത് KV ആയതുകൊണ്ട് ഭയങ്കര, ഐ മീൻ ആ സ്കൂള് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് CBSE സ്കൂളും കൂടെയാണ്. അപ്പം അതിനോട് സ്ട്രിക്റ്റും ഇതൊക്കെ ഉണ്ട്, ഭയങ്കര സ്ട്രിക്റ്റാണ്. അങ്ങനെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഒരു മാത്സ് പീരീഡിൻ്റെ സമയത്ത് ഒരു സാറ് വന്നായിരുന്നു. അപ്പം എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. പിന്നെ നമ്മളെ സാൻഡ്രയുടെ കാര്യം ഒട്ടും പറയണ്ട, അവൾ പേടിച്ച്, അവളില്ല അവിടെ, അത്രയ്ക്കും പേടിയായിരുന്നു. അവൾ ഈ സ്റ്റോറി ഷെയർ ചെയ്യുന്ന സമയം ഭയങ്കര അത് ഫേസിൽ കാണാമായിരുന്നു പുള്ളിക്കാരിയുടെ ടെൻഷനും കാര്യങ്ങളും. ഭയങ്കര പേടിച്ച് വിറച്ചൊക്കെ ഇല്ലേ എല്ലാ പിള്ളേരും, അവൾ മാത്രമല്ല എല്ലാവരും. സാധാരണ ഇൻസ്പെക്ഷനൊക്കെ എല്ലാവർക്കും പേടിയില്ലേ, അപ്പം അതുപോലെ അവൾ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അതുമല്ല അവൾ മാത്സിനൊക്കെ ഫെയിലായിട്ടുണ്ട്, അവൾക്ക് ഭയങ്കര മാർക്ക് കുറവായതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അങ്ങനെ വന്നപ്പം ഈ സാറ് വന്ന് കുറച്ച് പിള്ളേരെ ബുക്സൊക്കെ ചെക്ക് ചെയ്ത്, അങ്ങനെ ബുക്സൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് രജിസ്റ്റർ വാങ്ങിയിട്ട് ഈ വീക്ക് സ്റ്റുഡൻറ്റ് ലിസ്റ്റ് എന്നുണ്ട്. അതായത് ഈ മാത്സിന് മാർക്ക് കുറവും പിള്ളേരുള്ള കുറച്ച് പേരുണ്ട്, അതായത് അവളുടെ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർക്ക് വേണ്ടിയിട്ട് റെമഡി ക്ലാസ് വയ്ക്കുന്നു. അതായത് ഐ മീൻ എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും, കാരണം 10ാം ക്ലാസ്സാണ്, അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവൾ ഉണ്ടായിരുന്നുള്ള പേര്. അപ്പം ഓരോ പിള്ളേരെ വിളിച്ചു, ഇതിലുള്ള ലിസ്റ്റിലുള്ള പിള്ളേരെ നോട്ട്ബുക്കുമായിട്ട് വരാൻ പറഞ്ഞു. അപ്പം സാറ് അങ്ങനെ ആദ്യം 2-3 ചെറുക്കൻ പോയായിരുന്നു. അപ്പം അവർക്കാണെങ്കിൽ നോട്ട് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് സാറ് വഴക്ക് പറഞ്ഞു. സാറ് അങ്ങനെ പറഞ്ഞു, എൻ്റെ സ്കൂളിലും എല്ലാം ആയിരിക്കണം ഇങ്ങനെ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. അവർ നോട്ട് കംപ്ലീറ്റ് ഇല്ലായിരുന്നു ആ 2 ചെറുക്കന്മാരെ നോട്ട്ബുക്ക്. പറഞ്ഞു എൻ്റെ സ്കൂളിലും എല്ലാം ആണെങ്കിൽ ഞാൻ അവരെ അസംബ്ലി പിടിച്ച് നിർത്തി അങ്ങനെ വഴക്ക് പറയും, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു, കുറേ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ സാൻഡ്രയ്ക്ക് ആണെങ്കിൽ ഇവിടെ ടെൻഷൻ, ഇതൊക്കെ കേട്ടോളതെല്ലാം പോയി സാൻഡ്ര. അങ്ങനെ സാൻഡ്രയെ വിളിച്ചു, പക്ഷേ ഭാഗ്യത്തിന് ഇവളുടെ നോട്ട് കംപ്ലീറ്റ് ആയിരുന്നു. അങ്ങനെ വിളിച്ചിട്ട് സാറ് ചോദിച്ച് എന്താ, ഐ മീൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഓരോ എക്സാമിൻ്റെ ഓരോ ടേംസ്, ആ എക്സാമിൻ്റെ മാർക്കെല്ലാം ഉണ്ട്. അപ്പോൾ സാറ് ചോദിച്ചു എന്താ സാൻഡ്ര ഇത്രയും മാർക്ക് കുറവ്. അപ്പോൾ സാൻഡ്രയ്ക്ക് എന്ത് പറയണമായിരുന്നു എല്ലാം ഇത് പോയി. സാൻഡ്ര പറഞ്ഞു, സാർ ഐ ആം വീക്ക് ഇൻ മാത്സ് എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നപ്പം സാറിങ്ങനെ അവൾ ഒരു നോട്ടം നോക്കി. അപ്പം എന്നിട്ട് ഇത് അടച്ചു വെച്ചു, രജിസ്റ്റർ അടച്ചു വെച്ചിട്ട് എന്താണ് ഒന്നും കൂടെ പറയാൻ പറഞ്ഞു. സാർ ഐ എം വീക്ക് ഇൻ മാത്സ് എന്ന് പറഞ്ഞു. ഐ എം വീക്ക് ഇൻ മാത്സ് എന്ന് പറഞ്ഞു. അപ്പം സാറൊക്കെ പറഞ്ഞ് സാറിങ്ങനെ അവൾ ഇങ്ങനെ നോക്കി. അങ്ങനെ സാറ് ഇത് കേട്ടോണ്ട് സാൻഡ്ര ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങോട്ട് ടേൺ അറൗണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് എല്ലാവരും ഫേസ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് സാറും തിരിഞ്ഞുകൊണ്ട് ഇതാണ് നമ്മുടെ സാൻഡ്ര, പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി വീക്കാണ് മാത്സിന്. സാർ ഇംഗ്ലീഷിന് അതെല്ലാം പറഞ്ഞത്, പുള്ളിക്കാരി വീക്കാണ് മാത്സിനെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് സാൻഡ്രയുടെ കൈ ഇങ്ങനെ തരാൻ പറഞ്ഞു. അപ്പോൾ സാൻഡ്ര ആണെങ്കിൽ എന്ത് പറ്റും, അവൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇങ്ങനെ അവൾ കൈ കൊടുത്തു. അപ്പോൾ സാർ ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഫ്രം നൗ ഓൺവേർഡ്സ് യു ആർ നോട്ട് എ വീക്ക് സ്റ്റുഡൻറ്റ് എനിമോർ എന്ന് പറഞ്ഞു. പുള്ളിക്കാരനാണെങ്കിൽ ഒരു ഷെയ്ക്കിൻ്റെ കൂടി എന്നിട്ട് കൈ പിടിച്ചിങ്ങനെ കുലുക്കി, ഇനി നീ ഒരു വീക്ക് സ്റ്റുഡൻ്റ് അല്ല, നീ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി, നീ എല്ലാ സബ്ജക്റ്റും പാസ്സായി നല്ല മാർക്ക് വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം, എല്ലാവരും ക്ലാസ്സിലെല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു, ഐ മീൻ സന്തോഷത്തിൽ. അപ്പം അങ്ങനെ സാൻഡ്രയ്ക്കും ഭയങ്കര ഹാപ്പിയായി. ടീച്ചർ ചെറുതായിട്ട് ഒന്ന് ഇതായിരുന്നു, എന്നാലും അവർക്കും ഹാപ്പിയായി, എല്ലാവർക്കും ഹാപ്പിയായി. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഇത് ഭയങ്കരമായിട്ട് സാൻഡ്രയുടെ ലൈഫിൽ അന്ന് ആ ദിവസം അവൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം ആ ഒരു ദിവസത്തിന് ശേഷമാണ് അവൾ ഐ മീൻ സ്റ്റഡീസിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ആയത്. പുള്ളിക്കാരി ഒരു ആവറേജിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നല്ലൊരു ഇതായത്, ഐ മീൻ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയത്. മറ്റേത് എപ്പോഴും അവളുടെ മനസ്സിൽ ഞാനൊരു വീക്ക് സ്റ്റുഡൻ്റ് ആണ്, ഒരു ആവറേജ് ആണ്, അങ്ങനെയൊക്കെ ആയിരുന്നു അവളുടെ മനസ്സിൽ. പക്ഷേ ഈ ഇതിന് ശേഷമാണ് ഭയങ്കര ഒരു പഠിക്കണം, പറ്റും എന്നെ കൊണ്ട്, ഞാൻ ശ്രമിക്കണം, അങ്ങനെയൊക്കെ തോന്നിയത്. അങ്ങനെ ആ ദിവസം മുതൽ പിന്നെ അവൾ നന്നായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഐ മീൻ അവൾക്ക് സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കസിൻ സിസ്റ്റർ, അവർക്ക് മാത്സും കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ അവരിൽ നിന്നൊക്കെ ഹെൽപ്പൊക്കെ ചോദിച്ചു. പിന്നെ ടീച്ചേഴ്സൊക്കെ ഒരുപാട് അവളെ ഹെൽപ്പ് ചെയ്തു, റെമഡി ക്ലാസ്സസും. അങ്ങനെ അവൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പം 10ാം ക്ലാസ് പരീക്ഷ വന്നു. പരീക്ഷ എന്ന് പറയുമ്പോൾ അവൾക്ക് പാടായിരുന്നു, എന്നാലും ബട്ട് സ്റ്റിൽ അവൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അവൾ എഴുതി, ഇങ്ങനെ എല്ലാം പേപ്പറൊക്കെ നിറച്ച് വെച്ചു. അങ്ങനെ ഇരുന്നപ്പം റിസൾട്ട് വന്നു 2 months ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോഴാണ്
നമ്മുടെ സാൻഡ്ര എല്ലാത്തിനും പാസ്സായി. മാത്സിനാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. അയ്യോ, നല്ല മാർക്ക്. ഐ തിങ്ക് അവൾക്കതിന് ഏറ്റവും എന്തോ കിട്ടും. ഐ മീൻ ഫെയിലായ ഒരു കുട്ടിയാണ്. എനിക്ക് പേഴ്സൻറ്റേജ് ഓർമ്മയില്ല, പക്ഷെ അവൾക്ക് ഏറ്റവും ആണ് കിട്ടിയത്. ഐ മീൻ അത്രയ്ക്ക് അവൾ ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെ ഇതെന്ത് ചെയ്തു, ഫൈനലി അത് കഴിഞ്ഞിട്ട് റിസൾട്ട് എല്ലാത്തൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരിയുടെ അഡ്മിഷൻ സമയത്ത് ഇവരെ ഐ മീൻ മറ്റേ ട്യൂഷൻ ടീച്ചറിനെ കണ്ടു. എന്നിട്ട് ട്യൂഷൻ ടീച്ചറിൻ്റെ അടുത്ത് ഈ റിസൾട്ടൊക്കെ കാണിച്ചു കൊടുത്തു. മോള് പാസ്സായ എല്ലാത്തിനും ഇതൊക്കെയാണ് അവൾക്ക് മാർക്ക് കിട്ടിയ മാത്സിന്. അപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ആ ട്യൂഷൻ ടീച്ചർ അവൾ പറഞ്ഞത് ഭയങ്കരമായിട്ട് അവർ ചമ്മിപ്പോയി. ഐ മീൻ അവർക്കൊന്നും വേർഡ്സ് ഒന്നും ഇല്ല, അവർക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഭയങ്കര കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു. സാൻഡ്ര ഭയങ്കര സപ്പോർട്ട് ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ആക്ച്വലി അവർ ശരിക്കും ചമ്മിപ്പോയി. ഐ മീൻ അവർ പറഞ്ഞായിരുന്നു നീ ഫെയിലാവും എന്തൊക്കെയായിരുന്നു അല്ലേ. അപ്പം അതേപോലെയാണ് ഗൈസ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പം ട്രൈ അൺടിൽ യു വിൻ. അതായത് നമ്മൾ ജയിക്കുന്ന നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ പോസിറ്റീവായി നിൽക്കുക, നമ്മളത് കിട്ടുന്നവരെ നമ്മൾ ട്രൈ ചെയ്യുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, എന്നാൽ നമുക്കത് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, സോ ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.